വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നബാർഡിന്റെ സഹായത്തോടുകൂടി ജൻ ശിക്ഷൻ സംസ്ഥാൻ പോത്തുകല്ല് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി ജലസേചന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഇരുട്ടുകുത്തി നഗറിൽ ആര്യടൻ ഷൗക്കത്ത് MLA ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വണ്ടൂർ ഉപജില്ലാ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല വിജയവുമായി GHSS വാണിയമ്പലവും GHSS തിരുവാലിയും. 2 ദിവസങ്ങളിലായി VMC മൈതാനത്ത് നടന്ന ആവേശ പോരാട്ടത്തിനൊടുവിലാണ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ പുളിയക്കോട് കുളിക്കാപ്പൊയിൽ വയൽ റോഡ് നാടിന് സമർപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. കർക്കിടക മാസാചരണത്തിന് നാളെ തുടക്കം. ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണത്തിന് തുടക്കമാകും. വൺ TV ചാനലിലും രാമായണ പാരായണം സംപ്രേക്ഷണം ചെയ്യും. വിശദമായ വാർത്തകളിലേക്കാണ്. നബാർഡിന്റെ ധനസഹായത്തോടുകൂടി ജൻ ശിക്ഷൻ സംസ്ഥാൻ പോത്തുകല്ല് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ജലസേചന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. മണ്ഡലം MLA ആര്യടൻ ഷൗക്കത്താണ് പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. സർവേ എന്തായി? പൂർത്തിയായില്ലേ? എല്ലാം പൂർത്തിയായി ആയല്ലോ അല്ലേ? സർവേ പൂർത്തിയായി. സർവേ നോക്കുമ്പോഴുള്ള സ്ഥിതി എന്താ? 14,500 ആളുകൾക്ക് രേഖകളില്ല. എന്തില്ല? ചിലർക്ക് റേഷൻ കാർഡില്ല, ചിലർക്ക് ആധാർ കാർഡില്ല, ചിലർക്ക് വോട്ടർ ID കാർഡില്ല, ചിലർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ല, ചിലർക്ക് ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് ഇല്ല, ചിലർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ല. ഇരുട്ടുകുത്തി നഗരിലെ 40ഓളം കുടുംബങ്ങൾക്ക് കൃഷി ജലസേചന സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി. ജാതിക്ക, കുരുമുളക്, ഏലം, ഔഷധ സസ്യകൃഷി, ഇടവിള കൃഷി എന്നിവയാണ് ഓരോ കുടുംബത്തിനും ലഭ്യമാക്കുക. 5 വർഷം കൊണ്ട് കൃഷിയിലൂടെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം രൂപയുടെ വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. പോത്തുകല്ല് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
അബ്ദു കുന്നുമൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ, പഞ്ചായത്ത് ട്രൈബൽ ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ലക്ഷ്മി ബാബു, JSS ഡയറക്ടർ വി ഉമ്മർ കോയ എന്നിവർ സംസാരിച്ചു. വണ്ടൂർ ഉപജില്ലാ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല വിജയവുമായി GHSS വാണിയമ്പലവും GHSS തിരുവാലിയും. 2 ദിവസങ്ങളിലായി VMC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന ആവേശ പോരാട്ടത്തിനൊടുവിലാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. തുല്യശക്തികളുടെ പോരാട്ടം നടന്ന വണ്ടൂർ ഉപജില്ലാ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ബോയ്സ് വിഭാഗത്തിൽ GHSS വാണിയമ്പലം ഇരട്ട കിരീടം ചൂടി. സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലായാണ് വാണിയമ്പലം സ്കൂൾ ചാമ്പ്യന്മാരായത്. ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ GHSS തിരുവാലി കിരീടം സ്വന്തമാക്കി. വിവിധ വിഭാഗങ്ങളിലായി ശക്തമായ മത്സരമാണ് VMC മൈതാനത്ത് അരങ്ങേറിയത്. സബ് ജൂനിയർ വിഭാഗത്തിൽ 12 ടീമുകളും ജൂനിയർ വിഭാഗത്തിൽ 8 ടീമുകളും മാറ്റുരച്ചപ്പോൾ ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ 3 ടീമുകളാണ് കളത്തിൽ ഇറങ്ങിയത്. ആവേശകരമായ മത്സരങ്ങൾക്ക് ശേഷമാണ് സമാപന ചടങ്ങും സമ്മാനദാനവും നടന്നത്. വിജയികൾക്കുള്ള ട്രോഫി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT അജ്മൽ കൈമാറി. ലോകമെങ്ങും ആരാധകരുള്ള ഫുട്ബോൾ താരങ്ങളായി വളർന്നു വരാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ, അവരെ കണ്ടെത്തുകയും അവർക്ക് മികച്ച പരിശീലനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ടൂർണമെൻറ്റുകളിലൂടെയൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ചെറിയ ഗ്രൗണ്ടുകളിൽ നിന്ന് ഇത്തരം ടൂർണമെൻറ്റുകളിലൂടെ കണ്ടെത്തുന്ന ഒരുപാട് പ്രതിഭകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജേഴ്സി അണിയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ വിദൂരമല്ലാത്ത ഒരു കാലത്ത് നമ്മുടെ രാജ്യം ലോകകപ്പ് കളിക്കുന്ന സ്വപ്നമൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യം, ഇന്ന് വേൾഡ് കപ്പ് കളിക്കുന്ന പല രാജ്യങ്ങളെയും നമ്മൾ കണ്ടു. 1.5 ലക്ഷം ആളുകളുള്ള, അതല്ലെങ്കിൽ 2 ലക്ഷം ആളുകൾ മാത്രം ജനസംഖ്യയുള്ള പല ചെറിയ കൊച്ചു രാജ്യങ്ങളും ഇന്ന് ലോകകപ്പ് പോലെയുള്ള വലിയ വേദികളിലെത്തി മികച്ച പ്രകടനം നടത്തി കാഴ്ചവെച്ച് പോവുകയാണ്. അപ്പം അതൊക്കെ ആളുകളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ല, അതിലുപരിയായി മികച്ച കായികക്ഷമതയും കഴിവും പ്രതിഭയുമൊക്കെയാണ് ഇത്തരം വേദികളെ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് ഈ ലോകകപ്പ് മത്സരത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ചടങ്ങിൽ AEO P പ്രേം സാഗർ അധ്യക്ഷത വഹിച്ചു. HM ഫോറം കൺവീനർ OK ശിവപ്രസാദ്, V ഷാനവാസ്, E ബിനീഷ്, സബ് ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി EP മുഹമ്മദ് ആഷിഖ്, DT മുജീബ്, E സുരേഷ്, E അരുൺദാസ്, K സുരേഷ് കുമാർ, E അഖിലേഷ്, ഷുഹൈബ്, KC രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ ഉൾപ്പെടുന്ന കൂളിക്കാട്ടുപൊയിൽ പുളിയക്കോട് വയൽ റോഡ് നാടിന് സമർപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുകാരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് പോരൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുളിയക്കോട് കൂളിക്കാപ്പൊയിൽ വയൽ റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ, വാർഡ് മെമ്പർ CT ഷമീം, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് ഷാം, MT അലി നൌഷാദ്, ഹംനാസ് ബാബു, AK അലവി, CM ചെറി, CM അബ്ദുറഹിമാൻ, കുഞ്ഞുട്ടി മാസ്റ്റർ, PK അബ്ദുറഹിമാൻ, KT ഉണ്ണിമമ്മു, അബ്ദുൾ സലാം, K ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് പുളിയക്കോട് പ്രദേശത്ത് പുളിക്കാപ്പൊയിൽ വയൽ റോഡ് NRGSന്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് 4 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയതും ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ ഭാഗത്തുള്ള ആളുകളുടെ ഒരു സ്വപ്നമായിരുന്നു. കാരണം ഇങ്ങോട്ട് ഒറ്റ ചളിയൊക്കെ ആയിട്ടുള്ളൊരു വഴിയായിരുന്നു, അത് ഇന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇരുവൃക്കകളും തകരാറിലായ മമ്പാട് മാലങ്ങാടൻ സുബൈറിന്റെ ചികിത്സയ്ക്ക്
സാമ്പത്തിക ശേഖരണം നടത്തുന്നതിനായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. നിർധന കുടുംബമായ സുബൈറിന്റെ ചികിത്സാ ചെലവിനുള്ള ഭീമമായ തുക കണ്ടെത്തുന്നതിനു വേണ്ടി ജനപ്രതിനിധികളും കമ്മിറ്റി ഭാരവാഹികളും ക്ലബ്ബ് മതരാഷ്ട്രീയ രംഗത്തെ വിവിധ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടിറങ്ങുകയാണ്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, കമ്മിറ്റി കൺവീനർ പി സലീം, ട്രഷറർ ഉബൈദ് NP, മുസദ്ദിഖ്, സാലിഹ് കുനിയൻ എന്നിവർ സംസാരിച്ചു. സുബൈറിന്റെ ജീവൻ രക്ഷിക്കുവാൻ എല്ലാവരും അകമഴിഞ്ഞ് ഈ ധനസഹായ പദ്ധതിയുടെ ഭാഗമാകണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. അത് ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മെമ്പർമാരെ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തീരുമാനം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണ മാസാചരണത്തിന് നാളെ തുടക്കമാകുകയാണ്. നാളെ കർക്കിടകം 1 മേഖലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം നാളെ മുതൽ കർക്കിടക മാസാചരണ ചടങ്ങുകൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹൈന്ദവ ഭവനങ്ങളിലും നാളെ മുതൽ രാമായണ ശീലുകൾ മുഴങ്ങും. നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി 1 മുതൽ ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണവും ഓഗസ്റ്റ് 10 നടുവത്ത് ജാനകി അമ്മയുടെ നേതൃത്വത്തിൽ ഏകദിന രാമായണ പാരായണവും കർക്കിടകം 1 ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ട സജി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷാൽ പൂജകളും അന്നദാനവും നടത്തും. ക്ഷേത്രം പ്രസിഡന്റ് പി രാമസ്വാമി, സെക്രട്ടറി MK ബാലകൃഷ്ണൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കർക്കിടകം 1 മുതൽ 12 ദിവസം ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും അതിൻ്റെ കൂടെ തന്നെ 12 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 10-ാം തീയതി നടുവത്ത് ശ്രീമതി ജാനകി അമ്മയുടെ നേതൃത്വത്തിൽ ഏകദിന രാമായണ പാരായണവും നടക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കർക്കിടകം 1-ന് 17-ാം തീയതി രാവിലെ ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുന്നുണ്ട്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൻ്റെ കൂടെ തന്നെ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ മറ്റ് വഴിപാടുകളും ഒക്കെ സ്പെഷ്യലായിട്ട് കർക്കിടക മാസത്തോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് അന്ന് രാവിലെ എല്ലാവർക്കും പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ വളരെ ഭക്തിനിർഭരമായ ഒരു മാസമാണ് നമുക്ക് രാമായണ മാസത്തിൽ വരാൻ പോകുന്നത്. മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹകരണ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാവണം എന്ന് അറിയിക്കുന്നു. ഈ മാസത്തെ കാര്യസാധ്യ പുഷ്പാഞ്ജലി ജൂലൈ മാസം 24-ന് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് എന്നുകൂടി എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നു. നിലമ്പൂർ നടുവിലക്കളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും രാമായണ മാസാചരണം വിവിധ പരിപാടികളോടുകൂടിയാണ് ആചരിക്കുന്നത്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടക്കും. ഇതോടൊപ്പം തന്നെ അനുബന്ധമായി വിവിധ പദ്ധതികളും ക്ഷേത്രത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പുതിയ നമസ്കാര മണ്ഡപത്തിന്റെ സമർപ്പണം 21-ാം തീയതി തന്ത്രി കിഴക്കുംപാട്ടിലെത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് ശുദ്ധിക്രിയകളോടുകൂടി സമർപ്പിക്കും. മേഖലയിലെ മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമായി ആചരിക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കർക്കിടക മാസത്തെ ഭക്തിസാന്ദ്രമാക്കുവാൻ ശ്രീരാമ കഥാസാഗരവുമായി 1TV-യും രാമായണ മാസാചരണമായ കർക്കിടകം 1 മുതൽ എല്ലാ ദിവസവും രാവിലെ 6:30-നും വൈകുന്നേരം 6:30-നും രാമായണ പാരായണത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടി ശ്രീരാമ കഥാസാഗരം സംപ്രേക്ഷണം ചെയ്യും. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. ശ്രീരാമ കഥാസാഗരം. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നബാർഡിന്റെ സഹായത്തോടുകൂടി ജൻ ശിക്ഷൻ സംസ്ഥാൻ പോത്തുകല്ല് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി ജലസേചന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഇരുട്ടുകുത്തി നഗറിൽ ആര്യടൻ ഷൗക്കത്ത് MLA ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വണ്ടൂർ ഉപജില്ലാ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല വിജയവുമായി GHSS വാണിയമ്പലവും GHSS തിരുവാലിയും. 2 ദിവസങ്ങളിലായി VMC മൈതാനത്ത് നടന്ന ആവേശ പോരാട്ടത്തിനൊടുവിലാണ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ പുളിയക്കോട് കുളിക്കാപ്പൊയിൽ വയൽ റോഡ് നാടിന് സമർപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. കർക്കിടക മാസാചരണത്തിന് നാളെ തുടക്കം. ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണത്തിന് തുടക്കമാകും. 1 TV ചാനലിലും രാമായണ പാരായണം സംപ്രേക്ഷണം ചെയ്യും. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വിശദമായ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1 TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.